വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കുട്ടിക്കാലത്ത് ആസ്വദിച്ച് കഴിച്ചിട്ടുള്ള പല ഷേപ്പിലും സൈസിലും കളേഴ്സിലും കിട്ടുന്ന ഓൽച്ച മുട്ടായി അല്ലെങ്കിൽ ഷുഗർ കാൻഡി എല്ലാവർക്കും നോസ്റ്റാൾജിക് ആയിരിക്കും. 70s 80s ഇത് സെല് ചെയ്യാൻ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർ സ്പോട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്ന വള, മാല, റിങ്, വാച്ച് പോലെയുള്ള പല തരത്തിലുള്ള ആക്സസറീസ്, ടോയ്സ് എല്ലാം ഉണ്ടാക്കുന്നത് വളരെ ആകാംക്ഷയോടെ കണ്ടെങ്കിലും നമ്മൾ 90s കുട്ടികൾക്ക് ഷോപ്പിൽ ഇതുപോലെ റാപ്പ് ചെയ്ത് പല കളേഴ്സിലായിട്ട് ഭരണിയിലും പാക്കറ്റിലും കാണുന്ന കാൻഡിയായി മാറി. ഇപ്പോൾ ഇത് ചില സ്ഥലങ്ങളിൽ മാത്രമേ കാണാൻ തന്നെ കിട്ടുന്നുള്ളൂ. ഈ കവറോടുകൂടെ വായിലേക്ക് ഇട്ടിട്ടുള്ള അനുഭവം ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓലിച്ച മുട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്കിടെ ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്താൽ എല്ലാ ഭാഗവും ഒരുപോലെ മെൽട്ടായി കിട്ടും. ഇതിപ്പോൾ ഏകദേശം പകുതിയോളം മെൽട്ടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ചേർക്കുന്നുണ്ട്. അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സിറപ്പ് ക്രിസ്റ്റലായി പോവാതിരിക്കാനും ഓൽച്ച മിഠായിക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ലൈം ജ്യൂസ് ചേർത്തത്. ലൈം ജ്യൂസ് ചേർക്കുമ്പോൾ കുരു അല്ലിയൊന്നും ഇല്ലാതെ സ്ട്രെയിൻ ചെയ്ത് വേണം ചേർക്കാൻ. ഇതിപ്പോൾ കംപ്ലീറ്റ് മെൽട്ടായി തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കണം. എന്നിട്ട് ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ കളറായി തിളച്ച് വന്നാൽ ഓൽച്ച മിഠായിൻ്റെ പാകമായോ നോക്കാൻ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഡ്രോപ്പ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഉരുട്ടി ഷേപ്പാക്കാൻ പറ്റുന്ന പരുവായാലും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ ഓയിൽ ഗ്രീസ് ചെയ്ത പ്ലേറ്റിലോ അല്ലെങ്കിൽ പാത്രത്തിലേക്കോ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് ഇതുപോലെ സെറ്റാവാൻ വെക്കണം. അതിനുശേഷം ഒരു സ്പൂൺ കൊണ്ട് സൈഡിൽ തട്ടിക്കൊടുത്ത് ചൂട് മാറ്റിയെടുക്കണം. കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂടായാലും കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതുപോലെ കുരുട്ടിയെടുത്ത് വലിച്ചെടുക്കണം. ആ ഒരു ചൂടിൽ തന്നെ വലിച്ചാലാണ് നല്ലപോലെ വലിഞ്ഞ് കിട്ടാൻ. ഞാനിതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആക്കിയത്. നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിൽ നല്ലപോലെ വലിച്ചെടുക്കാൻ പറ്റും. കളർ ചേർക്കുന്നുണ്ടെങ്കിൽ ലൈം ജ്യൂസ് ചേർത്താലും മതി. ഇതിപ്പോൾ വലിക്കുന്നതിന് മുമ്പ് ലൈറ്റ് ബ്രൗൺ കളറിലാണ് ഉണ്ടായത്. വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളർ മാറി മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. വലിച്ചെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേറ്റിലേക്ക് നന്നായിട്ട് ഓയിൽ തടവി കൊടുക്കണം. അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒട്ടിപ്പിടിച്ച് സ്റ്റിക്കി ആയിപ്പോവും. ഞാനിതിപ്പോൾ വലിച്ച് നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. ഇനി ഇഷ്ടമുള്ള ഷേപ്പിലും സൈസിലും കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെറിയ ബോളാക്കിയിട്ട് റാപ്പ് ചെയ്തെടുക്കുകയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾ ഐഡിയാസ് പോലെ മാല, വള, മോതിരം, കാതില, വാച്ചെല്ലാം ഉണ്ടാക്കാം. ഇതുപോലെ റാപ്പ് ചെയ്താൽ കുറേ ദിവസം വരെ വെക്കാൻ പറ്റും. പെട്ടെന്ന് കഴിക്കുന്നതാണെങ്കിൽ റാപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. റാപ്പ് ചെയ്യാണ്ട് കൂടുതൽ സമയം വെച്ചാൽ ഷേപ്പിൽ സൈസ് സ്റ്റിക്കി ആയിപ്പോവും. അപ്പോൾ ഈ നൊസ്റ്റാൾജിക് ഓയിൽച്ച അല്ലെങ്കിൽ ഓയിൽച്ച മിഠായി എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. So thank you so much for watching. This is Biju Fahima here. Take care. Bye bye.